അപ്പോൾ ഞാനിന്നൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് വന്നതാണേ. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ആശുപത്രിയിലുണ്ടായ ഒരു മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വാർത്ത എല്ലാവരും കേട്ടു. വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടിയും ആ കുഞ്ഞ് വാവ സുരക്ഷിതയായി തന്നെ ഇപ്പോൾ ഇരിക്കുകയാണ്. നോർമലി ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ ആ കുഞ്ഞു വാവയുടെ ചിത്രങ്ങൾ വെച്ചിട്ട് റീലും, ഒപ്പം തന്നെ നമുക്കറിയാം റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കൊടുത്ത് നല്ല ക്യാപ്ഷനും ഒക്കെ ഇട്ട് ആ വാവയുടെ ചിത്രങ്ങൾ വളരെ മാരകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമലി അത് ചെയ്യുന്നത് വളരെ തെറ്റാണ്, അത് കുറ്റകൃത്യമാണ്. പലരോടും എനിക്കറിയാവുന്ന പലരോടും ഞാൻ വ്യക്തിപരമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ ഹൈഡ് ചെയ്തിടുക, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നോർമൽ ഒരു കേസല്ല ഉണ്ടായേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയും തന്നെ എനിക്കറിയില്ല. എങ്കിലും നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ ഒരു സമൂഹത്തിൽ ആ മോളും വളർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നോർമലി ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ, കുഞ്ഞിൻ്റെ ഫോട്ടോ ഇട്ടേക്കുന്ന ആളുകളെല്ലാം മനസ്സാക്ഷിയുടെ പേരിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലൈവിൽ വന്നത്. പലരും പറയുന്നത്, ചേച്ചി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ശിക്ഷ ഉള്ളൊരു കേസ് കൂടിയാണ്. CWC സ്വമേധയാൽ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണം സർക്കാരും ശിശുക്ഷേമ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുക്കുന്നുണ്ട്. അതുമാത്രമല്ല സൈബർ പോലീസ് ഈ ഫേസ്ബുക്കിൽ എനിക്ക് വളരെ സങ്കടം തോന്നിയത്, ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്താ പറയുക, പല പാട്ടുകളും ചേർത്ത്, അല്ലെങ്കിൽ ശരിയാണ്, വാർത്തകളെല്ലാവരും വേദനിക്കുന്നതാണ്. ഞാനും ഒരു സ്ത്രീയാണ്, നോർമലി സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, മറ്റ് മാധ്യമങ്ങളിലൂടെ റീച്ചിന് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി റിമൂവ് ചെയ്യണം. ആ കുഞ്ഞ് ഈ സമൂഹത്തിൽ നാളെയും വളരേണ്ടതാണ്. നമ്മുടെയൊക്കെ മക്കളുടെ കൂടെ, നമ്മളുടെയൊക്കെ സമൂഹത്തിൽ എല്ലാ ഫംഗ്ഷനിലും ആ കുഞ്ഞും വളർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നോർമലി ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഇതിനകത്ത് നെഗറ്റീവായിട്ട് ആരും ഒന്നിനെയും കാണരുത്. കാരണം മാക്സിമം ഒരു പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്കെല്ലാം ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു, കാരണം നിങ്ങളെല്ലാം അത് റിമൂവ് ചെയ്യണം. അപ്പോൾ പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ CWC ബന്ധപ്പെട്ടിട്ടുണ്ട്. സൈബർ പോലീസ് കൃത്യമായി ഞങ്ങളുടെ പേജുകളും ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഫേസ്ബുക്കിൽ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലതും എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു അറിവായിട്ട് കണ്ടാൽ മതി അത്തരം ഫോട്ടോ. ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ, നമ്മുടെയും കുഞ്ഞാണ് അവിടെ.